ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനുജത്തി നിനക്കായി എന്ന വൈഖ IPSൻ്റെ തുടർച്ചയാണ്. 11ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോകല്ലേ. അനുജത്തി നിനക്കായി വൈഖ IPS തുടർച്ച അധ്യായം 11. ഡോക്ടറും ഷാനുവും കൂടി അത് ഓപ്പൺ ചെയ്യുകയും അതിലുള്ള ഫയലുകൾ സ്റ്റഡി ചെയ്യുകയും ചെയ്തു. നമുക്കാദ്യം IITയിൽ നടന്ന രാഗം ഫെസ്റ്റിവലിനെ കുറിച്ച് അതിൻ്റെ കുറച്ച് വീഡിയോ കവറേജ് മിത്രയെ കേൾപ്പിക്കാം. വൈഖയെ കണ്ടപാടെ ഡോക്ടർ അനിൽരാജൻ പറഞ്ഞു. ശരി ഡോക്ടർ, വൈഖയും പറഞ്ഞു. കൂടെ ആ സീന ജെയിംസിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം 1-2 തവണ ആവർത്തിക്കാം. എന്തേ? ആയിക്കോട്ടെ ഡോക്ടർ. എന്താ മാഡത്തിനൊരു മൂഡ് ഓഫ്? ഡോക്ടർ ചോദിച്ചു. വൈഖയുടെ മുഖത്ത് മ്ലാനതയായിരുന്നു. അത് വൈഖയ്ക്ക് പെട്ടെന്ന് നെഞ്ചു നീറി. 4-5 മുറികൾക്കപ്പുറത്ത് അമ്മയും അച്ഛമ്മയുണ്ട്. ഇവളിവിടെ ഇങ്ങനെ കിടക്കുന്നതറിയാതെ. ധൈര്യമായിട്ടിരിക്കും മാഡം, ഡോക്ടർ സൗമ്യയായി പറഞ്ഞു. അവരിപ്പോൾ ഒന്നും അറിയുന്നില്ല, പക്ഷെ അവർക്കൊരു നല്ല റിസൾട്ട്, നല്ല വാർത്ത കൊടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. മാഡം അത് മറക്കരുത്. എനിക്കറിയാം ഡോക്ടർ. വൈഖ മനസ്സിനെ നിയന്ത്രിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. ഡോക്ടർ അനിൽരാജൻ മിത്രയുടെ അടുത്തേക്ക് ചെന്ന് വീഡിയോ കവറേജുകൾ കൃത്യമായി കേൾക്കാൻ പാകത്തിൽ ചെവിയിലേക്ക് ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് അവിടെ ഹൃദയതാളം മോണിറ്ററിൽ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചു. ഷാനു പ്രതീക്ഷയോടെ മോണിറ്ററിൽ നോക്കി. വൈഖയും ഒരു മാറ്റമില്ല. ഞാൻ കരുതി ആ പ്രോഗ്രാമിൻ്റെ ഓഡിയോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുമെന്ന് ഡോക്ടർ നിരാശയോടെ പറഞ്ഞു. ഷാനുവിൻ്റെ മിഴികളിൽ സങ്കടം രമ്പി. വൈഖയ്ക്ക് ശ്വാസം മുട്ടി. കൃഷ്ണ, അവൾ കൈകൂപ്പി. ഷാനു, ഡോക്ടർ അനിൽരാജൻ അവനെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ അവളെ വിളിക്കണം. ഓരോ വിളിയിലും ആത്മാവുണ്ടായിരിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഉവ്വ് ഡോക്ടർ. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കാരണം അവൻ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അവൾ മരിക്കരുതെന്ന്. മറ്റാർക്കും വേണ്ടിയല്ലെങ്കിലും 4-5 മുറികൾക്കപ്പുറത്തിരിക്കുന്ന പെറ്റമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അവൾ ജീവിക്കണമെന്ന്. മീതു, അവൻ വിളിച്ചു അതീവ സ്നേഹത്തോടെ. ഷായാടി ഞാൻ. നീ കണ്ണൊന്ന് തുറക്ക്, എന്നെ ഒന്ന് നോക്ക് മീതു. അവൻ്റെ വിളി ആത്മാവിൻ്റെ ആത്മാവിൽ നിന്ന് തന്നെയായിരുന്നുവെന്ന് ഡോക്ടർക്കും വൈഖയ്ക്കും മനസ്സിലായി. അതിൽ 1000 പ്രാർത്ഥനയും അടങ്ങിയിരുന്നുവെന്ന്. മീതു. അവൻ അവളുടെ ബെഡിനോട് ചേർന്ന് നിന്നു. അനക്കമറ്റിരുന്ന അവളുടെ വലതു കരത്തിൽ മെല്ലെ തൊട്ടു. പിന്നെ മൃദുവായി തലോടി. മീതു, അവൻ വീണ്ടും വിളിച്ചു. നീ എന്താ മിണ്ടാത്തത്? ഞാൻ വിളിക്കുമ്പോൾ ഏത് പാതിരാത്രിക്കായാലും എത്ര ഉറക്കത്തിലായാലും ആദ്യത്തെ ബെല്ലിന് തന്നെ നീ ഉണരില്ലേ? അറ്റൻഡ് ചെയ്യുന്നതല്ലേ? പ്ലീസ് മീതു, ഞാൻ നിൻ്റെ ഷായാണ്. പരിസരം മറന്നിട്ടായിരുന്നു ഷാനുവിൻ്റെ ആ മന്ത്രിക്കൽ. പക്ഷെ ഡോക്ടർ അനിൽരാജൻ അത് ശ്രദ്ധിച്ചു. ഷാനു. അദ്ദേഹം അവൻ്റെ തോളിൽ കൈവച്ച് ഷാനു മുഖം തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ നനവൂറിയിരുന്നു. അവൻ്റെ വാക്കുകളിൽ 100% സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. നീ എന്താ പറഞ്ഞത്? ഏത് പാതിരാത്രിക്കായാലും എത്ര വലിയ ഉറക്കത്തിലായാലും നിൻ്റെ ആദ്യത്തെ ബെല്ലിനെ ഇവൾ ഉണർന്നിരിക്കുമെന്നല്ലേ? അതെ ഡോക്ടർ, ഷാനു സമ്മതിച്ചു. നിൻ്റെ കോളിന് അവളിട്ടിരുന്ന ഡയലർ ടോൺ ഏതായിരുന്നു? പെട്ടെന്ന് തിരിച്ചറിയാൻ എൻ്റെ കോളിന് അവളിട്ടിരുന്നത് ഒരു സിനിമാ ഗാനമാണ്. അതെപ്പോഴും അവൾ മൂളുകയും ചെയ്തിരുന്നു. ഏതാണ് ആ ഗാനം? ഡോക്ടർ ചോദിച്ചു. എൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഷാനു മൊബൈലിൽ ആ ഗാനം പ്ലേ ചെയ്തു. ആരോ പാടുന്നു ദൂരെ ആത്മാവിൻ നോവുള്ള പോലെ. ഭാവസാന്ദ്രമായ ഒരു പ്രണയഗാനം, ആരും മൂളിപ്പോകുന്ന ഒന്ന്. പ്രണയം ഇറ്റിറ്റു വീഴുന്ന ഹൃദയത്തെ ആർദ്രമാക്കുന്ന താളം, ലയം. ഷാനു, ആ ഗാനം മൊബൈലിൻ്റെ മാക്സിമം സൗണ്ടിലിടൂ, ഡോക്ടർ പറഞ്ഞു. ഷാനു അങ്ങനെ ചെയ്തു. ഡോക്ടർ ആ ഗാനവുമായി മിത്രയുടെ അരികിലേക്ക് ചെന്നു. ഒപ്പം ഷാനുവിനെയും കൂട്ടി. വൈഖയും കൂടെ നിന്നു. ഷാനു, നീ ഈ കുട്ടിയുടെ കയ്യിൽ മെല്ലെ തഴുകിക്കൊള്ളൂ. ശരി ഡോക്ടർ. ഷാനു മിത്രയുടെ കയ്യിൽ മെല്ലെ മെല്ലെ തഴുകി. കൃഷ്ണ, കാത്തോണേ, അനുഗ്രഹിക്കണേ. വൈഖ കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഡോക്ടർ ആ ഗാനം മിത്രയുടെ ചെവിയോട് ചേർത്ത് വെച്ച്. ആരോ പാടുന്നു ദൂരെ
ആത്മാവിന് നോവുള്ള പോലെ. ആ 2 വരികൾ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഇട്ടു. ICUവിൽ സംഗീതം ദ്രവശക്തിയോടെ അലയടിച്ചു. ഷാനു, നീ വിളിക്കവളെ, ഡോക്ടർ പറഞ്ഞു. മീതു, മീതു. ഷാനു ഒരു പ്രത്യേക ഇനത്തിൽ വിളിച്ചു. ഓ മൈ ഗോഡ്. ഡോക്ടർ അനിൽ രാജൻ മോണിറ്ററിലേക്ക് വിരൽ ചൂണ്ടി. അമ്പരപ്പിൻ്റെ ഒരു നിലവിളി. കൃഷ്ണ. വൈകിയും അത് കണ്ടു. അതിലെ വെളിച്ചരയ്ക്ക് പെട്ടെന്നൊരു മൂവ്മെൻറ്റ്. ഷാനു ആ വിളി ആവർത്തിച്ചു. ആ മൊബൈലിലെ ഈരടികൾ ആവർത്തിച്ചു. ഇതാ ഡോക്ടർ. വൈകിയാണ് കണ്ടത്. മിത്രയുടെ വലത് കരത്തിലെ ചെമ്പകമുട്ടുകൾ പോലെയുള്ള വിരലുകൾ. അതിൽ ചൂണ്ടുവിരൽ മെല്ലെ മെല്ലെ അനങ്ങുന്നു, ജീവൻ വെച്ചതുപോലെ. മീതു, കം ബാക്ക്, കം ബാക്ക് മീതു. അത്യാഹ്ലാദത്തോടെ അവളുടെ വലതുകരം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഷാനു. അധ്യായം 17. അവിശ്വസനീയതയുടെ അത്യാവേശത്താൽ വൈഗ ഷാനുവിനെയും ഡോക്ടർ അനിൽരാജിനെയും ഒരുമിച്ചാണ് കെട്ടിപ്പിടിച്ചത്. ഡോക്ടർ, എൻ്റെ മിത്ര വിരലനക്കുന്നു. അവളുടെ കൈത്തണ്ടയിലും ശ്വാസമുണ്ട് ഡോക്ടർ. ഷാനു, നമ്മളെ വിജയിച്ചടാ, വൈഗ വിളിച്ചു കൂവി. അവൾ ചെറിയ കുട്ടിയെ പോലെ തുള്ളിച്ചാടി കൈകൊപ്പി. കൃഷ്ണ, നീ കാത്തു. മേൽപോട്ട് പോയ ജീവനെ നീ പിടിച്ചു വലിച്ച് തിരികെ തന്നു. അവളുടെ പ്രാർത്ഥനയും മിഴി കവിഞ്ഞൊഴുകിയ ആഹ്ലാദക്കണ്ണീരും ഡോക്ടർ ശ്രദ്ധിച്ചു. വിഷമിക്കാതെടോ, നമുക്കൊരു പോസിറ്റീവ് സൈൻ കിട്ടിയില്ലേ? എനിക്ക് വിഷമം ഇപ്പോഴായിരുന്നില്ല ഡോക്ടറെ, വൈഗ പറഞ്ഞു. ഇന്നലെ രാത്രിയിലാണ്. ഡോക്ടർ പറഞ്ഞില്ലേ ഇന്നത്തെ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഞാൻ ഒപ്പിടണമെന്ന്. മിത്രയെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കാൻ. അപ്പോഴാണ് ഞാൻ വിഷമിച്ചത്. ഭയന്നു പോയി ഡോക്ടർ. ഞാൻ ഒപ്പിടേണ്ടി വരുമെന്ന്. അവളുടെ ജീവനറ്റ ജഡം ഞാൻ കൊണ്ടുപോകേണ്ടി വരുമെന്ന്. ഞാൻ അവളുടെ ചേച്ചിയില്ല ഡോക്ടറെ. എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും ഡോക്ടറെ? ഷുവർ മാഡം. ഡോക്ടർ അനിൽ രാജൻ പുഞ്ചിരിച്ചു. മാഡം മിത്രയുടെ ചേച്ചിയാണ്. ആ സ്നേഹവതിയായ ചേച്ചിയായിരുന്നു ഈ പരീക്ഷണത്തിന് ഇന്നെനിക്ക് ആവശ്യം. വൈഖയുടെ കണ്ണുകളൊന്ന് കുറുകി. എനിക്ക് തീർച്ചയുണ്ട്. മാഡം ഇന്നലെ രാത്രിയിൽ ഉറങ്ങിക്കാണില്ലെന്ന്. ഇല്ല, പുലരും മുമ്പ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ കഴിച്ചെന്നും മിത്രയുടെ ജീവന് വേണ്ടി മനം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചെന്നും നെറ്റിയിലുള്ള ഈ ചന്ദനക്കുറി സാക്ഷ്യപ്പെടുത്തുന്നു. ശരിയാണ്. എനിക്ക് വേണ്ടത് അങ്ങോട്ട് ബലം പിടിച്ചു പോകുന്ന ഈ ജീവനെ ആവാവുന്നത്ര ബലത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വലിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, അർപ്പണമായിരുന്നു. മാഡത്തിൽ നിന്നും മാത്രമല്ല അത് കിട്ടിയത്, ഷാനുവിൽ നിന്നും കിട്ടി. ഡോക്ടർ തുറന്നു. മാഡത്തിനോട് മാത്രമല്ല, മിത്രയുടെ ശരീരം ഇന്ന് വെന്റിലേറ്ററിൽ നിന്നും മാറ്റുമെന്ന് ഷാനുവിനോട് ഞാൻ പറഞ്ഞിരുന്നു. കണ്ടില്ലേ, ജീവൻ പറിച്ചു കൊടുക്കും പോലെ അവൻ അവളെ തിരികെ വിളിച്ചത്, അവൾ തിരിച്ചു വന്നത്. ഡോക്ടർ വിടർന്ന ചിരിയോടെ പറഞ്ഞു. 2 പേരോടും ഞാൻ പറഞ്ഞത് കള്ളായിരുന്നു. വൈഗ് ഹമ്പരന്നു. ഷാനു, നിങ്ങൾക്ക് 2 ആൾക്കും ഞാൻ തന്ന സൈക്കോളജിക്കൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു. അവൾ സംശയിച്ചു. ഒപ്പിട്ട് തന്നാൽ മിത്രയുടെ ബോഡി പുറത്തെടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് മാഡം വിചാരിച്ചു അല്ലേ? അതെ. അതെങ്ങനെ എനിക്ക് പറയാൻ കഴിയും മാഡം? ഞാനൊരു സൈക്കോളജിസ്റ്റ് മാത്രമല്ലേ. അങ്ങനെ പറയണമെങ്കിൽ അതിനുള്ള റൈറ്റ് ഡോക്ടർ ഹരിലാലിന് മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹമല്ലേ മിത്രയുടെ ഡോക്ടർ? ഡോക്ടർ അനിൽ രാജൻ തുറന്നു. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം മിത്രയ്ക്ക് ഇതുവരെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടില്ല. വൈക കൂടുതൽ അമ്പരക്കണ്ട മാഡം. പെട്ടെന്ന് ഞാൻ തന്ന ഷോക്കിൽ മാഡത്തിന് ഇതൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശവും. ഐ ആം സോറി. ഡോക്ടർ ഷാനുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. സോറി ഷാനു. സാരമില്ല ഡോക്ടർ. ഷാനു നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. തന്ന ഷോക്ക് എന്നെ വല്ലാതെ തളർത്തി. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് മീത്തുവിൻ്റെ ജീവനില്ലാത്ത ശരീരം കാണേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ശ്വാസകോശം പോലും വലിഞ്ഞു പൊട്ടുന്നൊരവസ്ഥ. രാവിലെ പൂർണ്ണത്രയീശൻ്റെ മുമ്പിൽ മിത്രയുടെ ജീവന് വേണ്ടി ഞാൻ കേണു പ്രാർത്ഥിച്ചു, വഴിപാട് കഴിച്ചു. അതിൻ്റെ ഫലം എന്തായാലും ഡോക്ടറുടെ നല്ല ലക്ഷ്യം സാധിച്ചല്ലോ, അത് മതി. ഡോക്ടർ പുഞ്ചിരിച്ചു. വൈകയ്ക്കും ഡോക്ടറുടെ ഉദ്ദേശശുദ്ധി മനസ്സിലായി. കൂട്ടായ ഒരു പ്രാർത്ഥന, പരിശ്രമം, അത് ഫലവത്തായിരിക്കുന്നു. അവൾ മിത്രയുടെ അരികിൽ വീണ്ടും ചെന്നു. മിത്രമോളെ. അവൾ മിത്രയുടെ നെറ്റിയിലും കവളിലും തലോടിയും വെച്ചു. മോളെ, ഇച്ചേച്ചി ആടി, ഒന്ന് വിളി കേൾക്കടി, ഒന്ന് മൂളിയാൽ മതി. മോളെ, മോളെ. മിത്രയുടെ ചുണ്ടിനരികിലേക്ക് അവളുടെ മാറിലേക്കും തൻ്റെ ചെവി മാറി മാറി വെച്ച് നോക്കി വയ്ക്കാം. വീണ്ടും വീണ്ടും അവൾ വിളിച്ചു. പക്ഷെ മിത്ര വിളി കേട്ടില്ല, മൂളിയതുപോലുമില്ല. അവൾ മിത്രയുടെ വലതു കരത്തിൽ പിടിച്ചു. ഡോക്ടർ, ഞാൻ എത്ര വിളിച്ചിട്ടും ഇവൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ദാ
വിരലുകളുടെ അനക്കവും നിന്നു. വൈകിയുടെ സ്വരത്തിൽ വേപതു കലർന്നു. ഡോക്ടർ അപ്പോഴും ചിരിച്ചു. മാഡം ഇപ്പോഴും മിത്രയുടെ സ്നേഹവതിയായി ചേച്ചി മാത്രമാണ്. ഒരു IPS ഓഫീസറാണ് എന്ന ചിന്തയിലേക്ക് മനസ്സ് മടങ്ങി വന്നിട്ടില്ല. വൈഗ നിസ്സഹായതയോടെ നോക്കി. ഡോക്ടർ തുറന്നു. ആവർത്തിച്ച് കേട്ട ആ ഡയലർ ടൂൺ, ഷാനുവിൻ്റെ സ്നേഹാർദ്ധമായ വിളിയച്ച, ഇത് രണ്ടും മിത്രയുടെ അബോധാവസ്ഥയുടെ ഇരുട്ടിനപ്പുറത്ത് എവിടെയോ ഫീഡ് ചെയ്തിട്ടുണ്ട്. നേരിയ വെളിച്ചപ്പൊട്ടുകൾ പോലെ ആ ശബ്ദതരംഗങ്ങൾ തലച്ചോറിൽ തൊട്ട് മറവിയുടെ പാട നീക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അത്രമാത്രം. ശബ്ദതരംഗങ്ങൾ നിലച്ചപ്പോൾ പഴയപടിയായി. എന്ന് വെച്ചാൽ മാഡം ഭയപ്പെടണ്ട, ചലനത്തിൻ്റെ ഒരു സൂചന കിട്ടിയിരിക്കുന്നു. സോ ഐ ആം ഷുവർ നമ്മളിനി വിളിച്ചാലും മിത്ര പ്രതികരിക്കും. ശ്വാസതോളത്തിൻ്റെ അനുരണനമായി വിളി കേൾക്കലും സമാനമായിരുന്നു ആ വിരലിൻ്റെ ചലനവും. ഡോക്ടർ ഷാനുവിനെ നോക്കി. മീതു, നീ വാ വാ എന്ന് വിളിച്ചു. ഞാൻ വരുന്നു വരുന്നു എന്നവൾ പറഞ്ഞു. അതാണ് നാം കണ്ടത്. ക്ഷതമേറ്റ മസ്തിഷ്കത്തിൽ പോലും ഷാനുവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്നുവെന്ന് സാരം. നമുക്ക് ഒന്നുകൂടി വിളിക്കാം ഡോക്ടർ, ഷാനു പറഞ്ഞു. അവൻ്റെ മുഖം പ്രഫുല്ലമായിരുന്നു. നോ ഷാനു, ഇന്ന് ഇത്രയും മതി. പ്രവർത്തനം മന്ദീഭവിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങളാണ് ഉള്ളിൽ. അതിന് ഓവർ സ്ട്രെയിൻ കൊടുക്കണ്ട. ഇന്ന് ഇത്രയും മതി. അപ്പോൾ ഇനി എന്നാണ് നമ്മുടെ പരീക്ഷണം? വൈഗ ചോദിച്ചു. എവിടെ തൊട്ടാൽ ഇവൾ തിരിച്ചു നടക്കുമെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അവിടെ തൊട്ട് നമ്മൾ ആവർത്തിച്ച് വിളിക്കണം. വിളി കേൾക്കാൻ ഒന്ന് മൂളാൻ പോലും പല ദിവസങ്ങൾ നമ്മൾ പരിശ്രമിക്കണം. പല ദിവസങ്ങളോ? ഉവ്വ്, അതിനെ എനിക്ക് വിട്ടേക്ക്, ഡോക്ടർ പറഞ്ഞു. അതിനി നിങ്ങൾ രണ്ടാളും വരണമെന്നില്ല. ഞാൻ തനിച്ചു മതി. തനിച്ചോ? അതെ. നമ്മളിപ്പോൾ വെച്ചു കൊടുത്ത ഈരടികളും ഷാനുവിൻ്റെ സ്നേഹാർദ്ധമായ വിളിയും ഞാൻ എൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനിയത്തെ ട്രീറ്റ്മെൻറ്റിന് അത് മതി. അത് വേണ്ട, പെട്ടെന്ന് ഷാനു പറഞ്ഞു. ഞാൻ വന്നോളാം. മീതു, ശരിക്കും വിളി കേൾക്കുന്നതുവരെ ഞാൻ തന്നെ വന്ന് വിളിച്ചോളാം. ശരി, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്നോളൂ. എനിക്ക് ബുദ്ധിമുട്ടില്ല ഡോക്ടർ, ഷാനു വീണ്ടും പറഞ്ഞു. ഞാനും വന്നോളാം ഡോക്ടർ. മറ്റാരും വരാനില്ലല്ലോ. ഞാനെങ്കിലും കാണണ്ടേ അവളുടെ ഓരോ മാറ്റവും. ഞാനെങ്കിലും അറിയണ്ടേ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. എൻ്റെ പ്രാർത്ഥനയും പരിശ്രമവും വേണ്ടേ അതിന്? വൈഗ പറഞ്ഞു. ഓക്കെ മാഡം, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാഡവും വന്നോളൂ, ഡോക്ടർ പറഞ്ഞു. അവർ ICUവിൽ നിന്നും പുറത്തേക്ക് മെല്ലെ ഇറങ്ങി. വൈഗ ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജോലീന്ദ്രനും ഉണ്ടായിരുന്നു അവിടെ. ഇരുവരും അത്യാഹ്ലാദത്തിലായിരുന്നു. കാരണം മിത്രയ്ക്ക് ഡോക്ടർ അനിൽരാജൻ നൽകിയ ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് സർക്യൂട്ട് ക്യാമറയിലൂടെ റൂമിലുള്ള മോണിറ്ററിൽ കാണുകയായിരുന്നു ഡോക്ടർ ഹരിലാലും ജോലീന്ദ്രനും. മിത്ര ചെറുവിരലെങ്കിലും ഒന്നനക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനും എനിക്ക് അഡ്വൈസ് തരുന്ന ഫോറിൻ ഡോക്ടേഴ്സും, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ചൊന്ന് നോക്കട്ടെ, ആ കുട്ടിയെ കൊണ്ട് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുമെന്ന്. ഡോക്ടർ അനിൽരാജനും അങ്ങനെ തന്നെ പറഞ്ഞു. വൈകി തുറന്നു. ഡു യുവർ ബെസ്റ്റ് ഡോക്ടർ. ചിലപ്പോൾ എത്ര വന്നാലും പ്രശ്നമില്ല, മിത്രയെ തിരികെ കിട്ടണം. മുമ്പുണ്ടായിരുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമായിട്ട് എൻ്റെ പഴയ അനിയത്തിയായിട്ട്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം മാഡം, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. പക്ഷേ അങ്ങനെ ആയേ തീരുമെന്ന് ക്ഷണിക്കരുത്. അതെന്താ? ആ കുട്ടി മിണ്ടാൻ തുടങ്ങിയാലേ എത്രമാത്രം സംസാരിക്കുമെന്ന് അളക്കാൻ പറ്റും. അവളൊന്ന് അനങ്ങിയാലേ എണീറ്റിരിക്കാൻ പറ്റുമോ എന്ന് പറയൂ. അവളൊന്ന് എണീറ്റിരുന്നാലേ നടക്കാൻ പറ്റുമോ എന്ന് പറയാനോ? ഡോക്ടർ തുറന്നു. ചില അപകടങ്ങൾ മനുഷ്യരെ ഏതൊക്കെ തരത്തിലാണ് എടുത്തടിക്കുകയെന്ന് ദൈവത്തിനല്ലാതെ ഒരു ഡോക്ടർക്കും പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. അൺഫോർച്ചുനേറ്റ്ലി മാഡത്തിൻ്റെ സിസ്റ്ററിൻ്റെ കേസ് അത്തരത്തിൽപ്പെട്ടതാണ്. ദൈവം കൈനീട്ടി അത്ഭുതങ്ങൾ കാണിക്കുക, പ്രാർത്ഥിക്കുക, അതേ ചെയ്യാനുള്ളൂ. വൈകിയുടെ മുഖത്തെ ഉത്സാഹം കിട്ടും. അവളെ പുറത്തേക്കിറങ്ങി. അതുവരെ മിണ്ടാതിരുന്ന ജോലീന്ദ്രൻ പിന്നാലെ എത്തി. സ്പൈ വർക്കിനെത്തിയവർ പോയിട്ടില്ല മാഡം, ഇവിടെ എവിടെയോ ചുറ്റിത്തിരിയുന്നുണ്ട്. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡോക്ടർ രശ്മിയും ഡോക്ടർ വിനീഷും. ഞാൻ ശ്രദ്ധിച്ചോളാം ജ്യോതി, വൈക ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിൻ്റെ ഭാഗത്തു നിന്നും ഇടനാഴിയിലേക്ക് തിരിഞ്ഞു നടക്കുകയായിരുന്നു ഡോക്ടർ വിനീഷും രശ്മിയും. ആ IPS ഡോക്ടർ ഹരിലാലിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് 1.5 മണിക്കൂറെങ്കിലുമായി. ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. രശ്മിക്ക് അമ്പരപ്പും അമർഷവും ഉണ്ടായി. എൻ്റെ വിശ്വാസം
അവൾ ഡോക്ടർ അനിൽ രാജൻ്റെ റൂമിലാണെന്നാണ്. ഷാനും അദ്ദേഹത്തിൻ്റെ അടുത്താണല്ലോ. അതിന് സാധ്യതയുണ്ട്. ഹരി സാറിൻ്റെ റൂമിൽ നിന്നും പിൻവരാന്തയിലേക്ക് ഇറങ്ങിയ അനിൽ സാറിൻ്റെ റൂമിലേക്ക് പോകാം, വിനീഷ് പറഞ്ഞു. മിത്ര ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതവിടെയാണെന്ന് ഷാനുവിന് അറിയാതെ വരില്ല, രശ്മി തുറന്നു. അതറിയാൻ IPS നടത്തുന്ന കളിയിൽ ഡോക്ടർ അനിൽ രാജനും ഡോക്ടർ ഹരിലാലിനും പങ്കിടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എടാ, മിത്രയ്ക്ക് പകരം ഒരു അഴുകിയ ബോഡി പുഴയിൽ നിന്നും കിട്ടി. അത് കണ്ടെടുത്തവർ തന്നെയാണ് അതവിടെ കൊണ്ടുവന്നതെന്ന് തീർച്ച. അതുകൊണ്ടാണ് ആ ജഡം ആരുടേതാണെന്ന് പോലും ഒരു അന്വേഷണം ഇല്ലാതെ. ഞങ്ങളുടെ പൗരസമിതി വെച്ച് അതൊന്ന് കുത്തിപ്പൊക്കാൻ നോക്കിയപ്പോൾ SP-യുടെ സ്ക്വാഡ് നേരിട്ട് വന്ന് അവരെ ഒതുക്കിക്കളഞ്ഞു. ശരിയാണ്, വിനീഷ് പറഞ്ഞു. പക്ഷെ വൺ തിങ്, പോലീസ് കൂടി ഉൾപ്പെട്ട് കളിയാകുമ്പോൾ സൂക്ഷിക്കണം. ഉറക്കെ വിളിച്ചു പറഞ്ഞ് നടന്ന അകത്തായി കഴിഞ്ഞ് നമ്മൾ പോലും അറിയും. ഹലോ ഡോക്ടർ വിനീഷ്. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു വിളി. വിനീഷ് ഞെട്ടിത്തിരിച്ചു നോക്കി. രശ്മിയും നേർത്തൊരു ചിരിയോടെ അവർക്കരികിലേക്ക് വരുന്നു വൈക. ഓ, നീയും ഉണ്ടോ? ഒന്നും അറിയാത്ത പോലെ രശ്മിയെ കണ്ടവോടെ അവൾ ചോദിച്ചു. നിനക്കിപ്പോൾ എവിടെയാണോ ഡ്യൂട്ടി? അതോ ആരുടെയെങ്കിലും രഹസ്യം കുത്തി ചെയ്യാൻ നിൽക്കുവാണ്? ഉച്ചയ്ക്ക് നിന്നെ ഇവിടെ കണ്ടു, വൈക കനത്ത സ്വരത്തിൽ ചോദിച്ചു. രശ്മി വിളറിപ്പോയി. വിനീഷൻ ചമ്മലായി. ഏതായാലും നിന്നെ കണ്ടത് നന്നായി, നേരിട്ട് ക്ഷണിക്കാമല്ലോ. അവരുടെ ചമ്മൽ ശ്രമിക്കാത്ത മട്ടിൽ വൈക പറഞ്ഞു. രാത്രിയിൽ എൻ്റെ കഴുത്തിലൊരു താലി വീണപ്പോൾ നീയും സാക്ഷിയായിരുന്നല്ലോ. എനിക്കത് സന്തോഷമുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, എല്ലാം വളരെ പെട്ടെന്നായിപ്പോയില്ലേ. സാക്ഷികൾക്ക് ചായ പോലും തരാൻ കഴിഞ്ഞില്ലല്ലോ. തികഞ്ഞ സൗഹൃദത്തോടെ വൈക തുറന്നു. ചായക്ക് പകരം ഒരു സദ്യ തന്നെ തയ്യാറാക്കുന്നുണ്ട്. നേരിട്ട് ക്ഷണിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള മാരേജ് സെലിബ്രേഷൻ. ഡേറ്റും ടൈമും ഞാൻ നിന്നെ വിളിച്ചറിയിച്ചോളാം. നീ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട. നിൻ്റെ ഈ പുതിയ സുഹൃത്തിനെ കൂടി കൂട്ടിക്കോ. ഇദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ലക്ഷ്മിയുടെ കൂടെ വരണം കേട്ടോ ഡോക്ടർ. പറഞ്ഞു തീർത്തിട്ട് വൈക ഇരുവരെയും നോക്കി ഒന്നുകൂടി ചിരിച്ചു. പിന്നെ വെട്ടിത്തിരിച്ച് തലയോടൊപ്പോടെ നടന്നു. ഛേ, ഐസായിപ്പോയി, വിനീഷ് പറഞ്ഞു. രശ്മി അത് കേട്ടില്ല. അവൾ തറഞ്ഞു നിൽക്കുകയാണ്. ഓർക്കാപ്പുറത്ത് ഇരുകരണത്തും ആഞ്ഞടി കിട്ടിയ ഷോക്കോടെ. താൻ എന്ത് കുഴികുത്തി നിന്നാലും ഇവൾ പൂച്ചയുടെ ജന്മം പോലെ 4 കാലിൽ നിൽക്കുന്നു. എന്നിട്ട് തനിക്ക് മുമ്പിൽ അത് ആഘോഷിക്കുന്നു. അത് പറ്റില്ല. എപ്പോഴെങ്കിലും ഇവളൊന്ന് മൂക്കുകുത്തി വീഴണം. അതിനെന്താണ് പഴി? അവളുടെ മുഖഭാവം പഠിച്ചിട്ടെന്നോണം വിനീഷ് പറഞ്ഞു. യു ഡോണ്ട് വറി, ഞാൻ കൂടേണ്ടടേ. പറഞ്ഞാൽ മതി, എന്തൽപ്പനും. അത് മതി, രശ്മി ചിരിച്ചു, ശബ്ദമില്ലാതെ. എന്തിനാ ഡോക്ടറെ ഇതിങ്ങനെ മുമ്പിൽ വെച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നത്? ആര് കാണാനാ? കഴിക്കാൻ മേലെ? ജയിലിലെ 5-ാം നമ്പർ ബ്ലോക്കിൻ്റെ തറയിൽ വെറുതെ ചടഞ്ഞിരുന്ന ഡോക്ടർ സത്യദാസിനോടാണ് ചോദ്യം. അതേ മുറിയിലുള്ള മറ്റു തടവുകാരിൽ ഒരുവനാണ് ചോദിച്ചത്. മോഷണക്കേസിൽ പിടിക്കപ്പെട്ട് റിമാൻഡിലായ സതീശൻ. സത്യദാസ് മുമ്പിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കി. രാവിലെ കിട്ടിയത് ഗോതമ്പ് ദോശയും ചമ്മന്തിയും അതേപടിയുണ്ട്. അല്ല, നമ്മൾ ആഹാരത്തിലൂടെ പിണങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. സതീശൻ വീണ്ടും പറഞ്ഞു. അങ്ങേർക്ക് പിണക്കം ആഹാരത്തിനോടല്ല സതീശ. സതീശൻ്റെ അപ്പുറത്തിരുന്ന പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ കാലാവധി തീർന്ന ദിവസം ജാമ്യം കിട്ടും. വലിയ കൊമ്പത്തെ വക്കീലിനെ വെച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ടില്ലെന്നൊക്കെ പറഞ്ഞു പോയതാ. വക്കീൽ കാലുമാറി പോയ പോലെ ഇങ്ങ് തിരിച്ചു പോന്നു. അതിൻ്റെ കലിപ്പ. ചില വക്കീലന്മാരുണ്ടേ, നാറിയ പണി കാണിക്കും. എതിർകക്ഷി കൊടുക്കുന്ന കാശും കൂടി മേടിച്ചുകൊണ്ട് കക്ഷികളെ ചതിക്കും. സതീശൻ അമർഷം കൊണ്ടു. അതിന് ഡോക്ടർക്ക് എവിടെ എതിർകക്ഷി? പ്രസാദ് പരിഹസിച്ചു. അങ്ങേര് തട്ടിക്കളഞ്ഞത് സ്വന്തം മകളെ തന്നെയല്ലേ? വാദിയും പ്രതിയും ഒക്കെ ഇങ്ങേര് തന്നെയാണ്. പിന്നെന്തിനാ വക്കീൽ ഇവരുടെ കാലുവാരിയത്? ആർക്കറിയാം. ഡോക്ടറെ, നിങ്ങൾക്ക് സന്ദർശകരുണ്ട്, ഒന്നേ. അഴിയിട്ട വാതിലിൻ്റെ പൂട്ട് തുറന്നുകൊണ്ട് വാർഡൻ ജോർജ് പറഞ്ഞു. എനിക്ക് ആരെയും കാണണ്ട, ഡോക്ടർ പറഞ്ഞു. നിങ്ങളെ കെട്ടിയോളാണ് വന്നത്, കാണണമെങ്കിൽ പറഞ്ഞു വെക്കാം. ജോർജിന് അരിശം വന്നു. ദേവികയാണ് വന്നതെന്നോ? ഡോക്ടർ ഒരു കുതിപ്പായിരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ കെട്ടിയോളൊക്കെ കാണാൻ വരുന്നതെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണം, നിരാശയോടെ പ്രസാദ് പറഞ്ഞു. സന്ദർശക മുറിയിൽ ഉദ്യോഗത്തോടെ കാത്തു നിൽക്കുകയായിരുന്നു ദേവിക. ക്രീം നിറമുള്ള സാരിയിൽ ദേവികയ്ക്ക് ഒരുപാട് ഭംഗി ഇപ്പോഴുമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? സത്യദാസിൻ്റെ മുഖത്തെ കറുപ്പും ക്ഷീണവും ശ്രദ്ധിച്ച് ദേവിക സങ്കടത്തോടെ ചോദിച്ചു. ആ ചോദ്യം കേൾക്കാത്തതുപോലെ സത്യദാസ് അങ്ങോട്ട് ചോദിച്ചു. നീ എന്തിനാ ദേവു വന്നത്? ദേവികയുടെ മുഖത്ത് മ്ലാനത പരന്നു. അന്ന് കോടതിയിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു,
നമ്മുടെ വൈകമോൾ ചതിച്ചതാണ്. അത് സത്യമല്ല സത്യേട്ടാ, അവൾ ചതിച്ചിട്ടില്ല. അവൾ പാവ. സത്യദാസൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൾ നെറുകേട് കാട്ടിയിട്ടില്ല. അവളുടെ കുറ്റം കൊണ്ടല്ല രാത്രിയിൽ ആ വിവാഹം നടന്നത്. പിന്നെ പ്രതാപനും രേണുകയും പറഞ്ഞതത്രയും ദേവിക സത്യദാസിനോട് പറഞ്ഞു. സാജനും ആ രശ്മിയും കൂടി നമ്മുടെ മോളെയാ ചതിച്ചത്. സാജൻ. സത്യദാസ് പല്ലുകടിച്ചു. മൂർഖം പാമ്പിനെ നമ്മൾ പാല് കൊടുത്ത് വളർത്തി. അതെ സത്യേട്ടാ, ദേവിക പറഞ്ഞു. ആ കാർത്തിക്, അവൻ നല്ല പയ്യനാണെന്ന് തോന്നുന്നു. ആ കുടുംബവും നല്ലതല്ലേ. നമ്മുടെ മോളെ അവൻ ജീവനായിട്ട് സ്നേഹിക്കും സത്യേട്ടാ. സത്യദാസ് ദേവികയുടെ മുഖത്തേക്ക് നോക്കി. മകളെ തനിക്ക് മുമ്പിൽ വെച്ച് അന്നിവൾ ശപിച്ചു. ആ ശാപം തിരുത്താൻ വന്നതാണിവൾ. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വൈകിയുടെ മുഖം കാരുണ്യത്തോടെ അയാളുടെ മുമ്പിൽ തെളിഞ്ഞു. SP-യുടെ ഓഫീസിൻ്റെ ഭാഗത്തുള്ള തൻ്റെ മുറിയിലായിരുന്നു വൈകിയപ്പോൾ. ദയയുടെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട അഖിലിൻ്റെ അറസ്റ്റും പുഴയിൽ നിന്നും കിട്ടിയ അഴുകിയ ബോഡിയും മിത്രയുടേതല്ലെന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടും എല്ലാം ചേർത്ത് അതുവരെയുള്ള കേസ് എൻക്വയറി റിപ്പോർട്ട് DGPക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു വൈഗ. പെട്ടെന്നാണ് വാതിൽ തുറക്കപ്പെട്ടത്. യുവർ അണ്ടർ അറസ്റ്റ്, വൈഗാൻ പറഞ്ഞു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി. അധ്യായം 18. കല്ലു, വൈഗ അന്താളിപ്പോടെ വിളിച്ചു. നീ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോൾ വന്നു? ഇന്ന് രാവിലെ പാലയിൽ ലാൻഡ് ചെയ്തു. അമ്മയോട് മാത്രം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. എനിക്കെൻ്റെ നാത്തൂനെ കാണാൻ വല്ലാത്ത കൊതിയായി. കല്യാണി മുമ്പോട്ട് വന്ന് വൈഗയുടെ താടിയിൽ പിടിച്ച് ഒന്ന് ഓമനിച്ചു. വാത്സല്യത്തോടെ വൈഗ അവളുടെ കയ്യിൽ പിടിച്ചു. നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഗാർഡിനെ കണ്ടില്ല. ഞാനെങ്കിൽ പോന്നു. ലഞ്ച് ബ്രേക്കാണ്. സന്തോഷം ഊണ് കഴിക്കാൻ പോയിരിക്കുന്നു. അറസ്റ്റ് എന്ന് കേട്ടപ്പോൾ വൈകേച്ചി ഒന്ന് ഞെട്ടിയല്ലേ? അവൾ ചോദിച്ചു. വൈഗ ചിരിച്ചു. SP ഓഫീസിൽ വെച്ചാകുമ്പോൾ കാര്യങ്ങൾ അതിൻ്റെ മുറ പോലെ ആയിക്കോട്ടെ എന്ന് കരുതി. അതാണ് അറസ്റ്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ കൈയോടെ ഞാനങ്ങ് പിടിച്ചുകൊണ്ട് പോകുന്നു. കല്യാണി അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു കഴിഞ്ഞു. പിടിച്ചോണ്ട് പോകാനോ? അതെ, ഹാജരാക്കുന്നത് മജിസ്ട്രേറ്റിൻ്റെ മകൻ കാർത്തികിൻ്റെ മുമ്പിൽ. എനിക്കതിനുള്ള അധികാരമുണ്ട്. ഞാൻ ഒരേ ഒരു പൊന്നുനാത്തൂനാണ്. കിലുകിലാരവും ഉയർത്തി കല്യാണി തുറന്നു. എത്രയും വേഗം എൻ്റെ ഒപ്പം ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇരട്ടപ്പൂട്ടിട്ട് വിലങ്ങ് വെച്ച് ഞാനങ്ങ് കൊണ്ടുപോകും. അവളോടൊന്നും പറയാൻ തോന്നിയില്ല വൈക്കയ്ക്ക്. ദയക്കുട്ടിക്കുണ്ടായിരുന്ന ഇത്തരം കുസൃതികൾ പിന്നിൽ ശബ്ദമുണ്ടാക്കാതെ വന്ന് ഠേ എന്ന് ശബ്ദമുണ്ടാക്കുന്ന കുസൃതി കള്ളങ്ങൾ പറയുക. അതോർത്തപ്പോൾ മനസ്സിൽ നേരിയ നീറ്റലുണ്ടായി. അത് മറച്ചു വെച്ച് വൈഗ എഴുന്നേറ്റു. കല്യാണി അവളുടെ അടുത്തേക്ക് വന്നു. വൈഗ യൂണിഫോമിലായിരുന്നു. അതിൻ്റെ കോളറൊന്ന് മാറ്റി എത്തി നോക്കിയിട്ട് കല്യാണി പറഞ്ഞു. ആ, താലി കഴുത്തിലുണ്ട്. നൂല് പോലുള്ള ഒരു ചെയിനിൽ താലി കൊടുത്ത് വൈഗ ധരിച്ചിരിക്കുന്നു. എന്നാ പറയാനാ, ഞാനും കൂടെ നിൽക്കേണ്ടതായിരുന്നു. താലി കെട്ടുമ്പോൾ മുടി പൊക്കി പിടിക്കാനുള്ള അവകാശം എനിക്കായിരുന്നു. അത് രണ്ടാളോട് കളഞ്ഞു. ഇനി നിന്റെ മുടി പൊക്കിപ്പിടിച്ച് തരാടി. വൈഗ അവളുടെ മുടിയിൽ പിടിക്കാൻ ആഞ്ഞു. കല്യാണി കുതിറിമാറി വാതിൽക്കലേക്ക് ഓടി. വൈഗ അവളുടെ അടുത്തേക്ക് ചിരിയോടെ ചെന്നു. ഇരുവരും പുറത്തേക്ക് കടന്ന് താഴെ എത്തി. നീ എങ്ങനെ കല്ലു വന്നത്? കാറിലാ? അവൾ ചോദിച്ചു. നോണോ, ഞാൻ ബസ്സിൽ കയറി പോന്നു. തിരികെ പോകുമ്പോൾ ഒന്നുകിൽ നാത്തുവിൻ്റെ സ്വന്തം വണ്ടിയിൽ, അല്ലെങ്കിൽ ഒഫീഷ്യൽ വണ്ടിയിൽ. അങ്ങനെ ഗമയ്ക്കൊന്ന് പോകാമെന്ന് കരുതി. എന്താ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. തൻ്റെ കാറിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വൈഗ പറഞ്ഞു. കല്യാണി കൂടെ കയറിയിരുന്നു. ഫ്ലാറ്റിൽ കാർത്തിക് ചന്ദ്രനുണ്ടായിരുന്നു. വൈഗയെ കണ്ടപ്പോൾ കാർത്തിക് അമ്പരപ്പോടെ ചോദിച്ചു, കല്ലുവിനെ എവിടെ നിന്ന് കിട്ടി? ഞാൻ അങ്ങോട്ട് ചെന്ന് പിടികൂടിയതല്ലേ? കല്ലു ചിരിച്ചു. നീ എന്താ സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ? കാർത്തിക് ചോദിച്ചു. അത് ശരിയാ, സാധനം ഇത് തന്നെ. കല്യാണി വൈകിയെ ചൂണ്ടി. വാങ്ങുകയല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. പോരെ, താൻ സ്റ്റേഷനിലായിരുന്നു അല്ലേ? കാർത്തിക് വൈകിയുടെ യൂണിഫോം ശ്രദ്ധിച്ചു. അതെ, നീ SP ഓഫീസിൽ ചെന്നാണോടി ബഹളം വെച്ചത്? കാർത്തിക് അമ്പരന്നു. ആ, എന്ത് ബഹളം? അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആരായതാന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ വന്നു. വൈഗ IPSൻ്റെ സിസ്റ്റർ ഇൻ ലോയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. അതോടെ അവരെനിക്ക് നടക്കാൻ പരവതാനി വിരിച്ചു തന്നു. പോരെ, ഈ പെണ്ണിൻ്റെ ഒരു നാക്ക്. കാർത്തിക് അവളുടെ ചെവിയിൽ പിടിക്കാൻ കൈനീട്ടി അടുത്തു. അതിനിത്തിരി പുളിക്കും. കല്യാണി അകത്തേക്കോടി. കാർത്തിക് നടന്നപ്പോൾ വൈഗ ശ്രദ്ധിച്ചു. കാലിൻ്റെ വിഷമം പൂർണ്ണമായും ഭേദമായല്ലേ? ഒക്കെ ഭേദമായി. കാർത്തിക് കാൽ നീട്ടി കുടഞ്ഞു കാണിച്ചു. പിന്നെന്തായിരുന്നു ഓഫീസിൽ പോകുന്നത്? രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴല്ലേ കടന്നല മൂളും പോലെ കല്ല് കയറി വന്നത്. പിന്നെ ഇവള് വിടുവോ? അവളുടേത് ഒരുതരം മിന്നലാക്രമണമാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? ഡ്യൂട്ടിയിലായിരുന്ന താൻ ഇവിടെ വന്നില്ലേ? കല്ല് വന്നില്ലെങ്കിലും
ഇന്നിങ്ങോട്ട് വരാൻ ആശിച്ചതാണ് ഞാൻ. വെറുതെ പറയല്ലേ. അല്ല കാർത്തി, കാണണമെന്ന് എനിക്ക് വല്ലാത്തൊരാശ ഉണ്ടായിരുന്നു. കാർത്തിക് അവളുടെ തൊട്ട് മുമ്പിൽ നിന്നു. അയാളുടെ ഉച്ഛ്വാസവായുവിന് സുഗന്ധമുണ്ടെന്ന് തോന്നി അവൾക്ക്. എനിക്ക് എത്ര സങ്കടമുണ്ടെന്നോ ഇങ്ങനെ അകന്നിരിക്കുന്നുണ്ട് വന്നതിൽ, അവൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. ഇത്ര വിരൽ ചലിപ്പിച്ചു അല്ലേ? പെട്ടെന്ന് ഓർത്തതുപോലെ കാർത്തിക് ചോദിച്ചു. അതെ. വൈകിക്ക് ഉത്സാഹമായി. ഇനി അവളൊന്ന് സംസാരിച്ച് കിട്ടണം, ഒന്ന് എഴുന്നേൽക്കണം. അതുവരെ എനിക്ക് വിശ്രമമില്ല. തൻ്റെ പരിശ്രമം, പ്രാർത്ഥന എല്ലാം നടക്കടോ. കാർത്തിക് അവളുടെ വലതുകരം കവർന്നു. അത് വേണ്ട വേണ്ട. കല്യാണി ഓടി വന്നു. ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രതിയാണ്. അറ്റാക്കൊന്നും വേണ്ട. ഇതേപടി എനിക്ക് തിരിച്ചെത്തിക്കേണ്ടതാണ്. അവൾ അവർക്കിടയിലോട്ട് കയറി. അകത്ത് പോയിരിക്കടി കട്ടുറുമ്പേ. കാർത്തിക് അവളുടെ ചെവിക്ക് പിടിച്ചു. അവളുടെ കയ്യിൽ ഒരു പ്ലേറ്റ് നിറയെ അലുവയും അവലോസുണ്ടയുണ്ടായിരുന്നു. ഇത് കഴിച്ചോ. അതവൾ വൈകിക്ക് നീട്ടി. അമ്മ നടന്നു വിട്ടതാ. ഇത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പാടുപെട്ട് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇങ്ങത്താ, ഇത് മുഴുവൻ തിന്നിട്ടേ ഉള്ളൂ. വൈക പ്ലേറ്റ് വാങ്ങി ഒരു അവലോസുണ്ട എടുത്ത് വായിലിട്ടു. ഒറ്റയ്ക്ക് തിന്നാനല്ല, എനിക്കും വേണം. കല്യാണി കൈ നീട്ടി. ഒറ്റ ഒരെണ്ണം തരില്ല. വൈക പ്ലേറ്റ് മാറ്റി പിടിച്ചു. കല്യാണി വിട്ടില്ല, ചാടിപ്പിടിച്ചു. എനിക്കും വേണം. ഞാനാ ഇത് ചുമന്ന് ഇവിടം വരെ കൊണ്ടുവന്നത്. എനിക്കും വേണം. കാർത്തികും പ്ലേറ്റിലേക്ക് കൈയിട്ടു. വൈക കുതറി. അതോടെ ഇരുവരും അവളെ പിടികൂടി. മൂവരും കെട്ടിമറിഞ്ഞു. തറയിൽ വീണു. പലഹാരം തറയിൽ വീണ് ചിതറുമ്പോൾ വൈക ഉറക്കെ ചിരിച്ചു. ഇത്തിരി പലഹാരപ്പൊട്ടിനും ഒരു മുടിക്ലിപ്പിനും ഒരു പൂവിനുമൊക്കെ തമ്മിൽ പിടികൂടി ഇങ്ങനെ കെട്ടിമറിയുന്ന 3 സഹോദരിമാരുടെ വിവിധ ചിത്രങ്ങൾ, പൊട്ടിച്ചിരിയുടെ ധ്വനികൾ മനസ്സിൽ വന്നു നിറഞ്ഞു. വൈക അവളുടെ കണ്ണുകളിൽ നിന്നും കാർത്തികിനത് മനസ്സിലായി. എന്തു പറ്റിയടോ? എന്താ തൻ്റെ കണ്ണുകൾ നിറഞ്ഞത്? കാർത്തിക് അവളിൽ നിന്നും പിടിവിട്ടു. കല്യാണിയും. ഞാൻ മിത്രയും തായക്കുട്ടിയെ ഓർത്തുപോയി. ഇതുപോലെ ചെറിയ ചെറിയ കാര്യത്തിന് ഞങ്ങളിങ്ങനെ കെട്ടിമറിഞ്ഞ് വീണുരുണ്ട് ചിരിച്ച് തകർത്ത്. വൈക മിഴികൾ തുടച്ചു. അതോർത്തപ്പോൾ അറിയാതെ സങ്കടം വന്നുപോയി. ഐ ആം സോറി. ഹേയ്, താൻ സോറി ഒന്നും പറയണ്ട. കാർത്തിക് അവളെ ചേർത്ത് പിടിച്ചു. കരയേണ്ട വൈകേച്ചി. കല്യാണിയും അവളെ തലോടി. ഇല്ല, ഞാൻ കരയുന്നില്ല. വൈക ചിരിക്കാൻ ശ്രമിച്ചു. വാ വൈകേച്ചി. കല്യാണി അവളെ പിടിച്ചു വലിച്ച് കിച്ചണിലേക്ക് കൊണ്ടുപോയി. വൈക അമ്പരന്നുപോയി. കിച്ചണിൽ കഞ്ഞി പാകപ്പെട്ടിരിക്കുന്നു. ചെറിയ കുക്കറിൽ പരിപ്പ് വേവിച്ച് കടുക് താളിച്ചിരിക്കുന്നു. ചെറുപയർ മെഴുക്ക് പുരട്ടി, പപ്പടം, അച്ചാർ എല്ലാം ഉണ്ട്. ഒരു സദ്യ തന്നെ വയ്ക്കണമെന്നുണ്ടായിരുന്നു വൈകേച്ചി. പക്ഷേ ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല, കല്യാണി പറഞ്ഞു. ഇതെന്നെ ധാരാളം. ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ചല്ല, വൈക ചിരിയോടെ പറഞ്ഞു. നല്ലോണം പഠിക്കുന്ന, കൈ നനയ്ക്കാത്ത പെൺകുട്ടി, അങ്ങനെയാണ് ഞാൻ കരുതിയത്. അയ്യടാ, നന്നായി. നമ്മുടെ ശോഭാമ അല്ലായിരിക്കണം ആള്. പഠിക്കുന്നതിനിടെ അടുക്കളപ്പണിയും പഠിപ്പിച്ചു. ആൺകുട്ടികൾക്കൊക്കെ എന്തോ ആകാലോ. കിച്ചൻ്റെ വാതിക്കലേക്ക് വന്നെന്ന് കാർത്തികിനെ ഇടങ്കണ്ണിട്ടൊന്ന് നോക്കിയിട്ട് കല്യാണം തുറന്നു. പെൺകുട്ടികൾ അങ്ങനെയാണോ? എത്ര പഠിപ്പുണ്ടായാലും എന്ത് ഉദ്യോഗം ഉണ്ടായാലും പെണ്ണ് തന്നെ. അടുക്കളയിൽ കയറി കഞ്ഞി വെച്ചില്ലെങ്കിൽ വിശപ്പ് മാറില്ല. കുടുംബം പട്ടിണിയാവില്ലേ? അതിപ്പോൾ നാവി വെച്ച് നോക്കിയാലും അറിയാം കഞ്ഞി കുടിക്കാൻ വേറെ കറി പാർസൽ വാങ്ങണമെന്ന്. കാർത്തിക് അകത്തേക്ക് കയറി വന്നു. ഓ പിന്നല്ലേ, കല്യാണി കെറിവിച്ചു. വൈക, ഞാൻ തേങ്ങ ചിരകിത്തരാം. അന്ന് രാത്രിയിൽ ഉണ്ടാക്കിയതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കിക്കേ. ഇവളെ നമുക്ക് പൊട്ടിക്കാം. കാർത്തിക് അവളെ ശുണ്ഠി പിടിപ്പിക്കാനായി പറഞ്ഞു. ഓ, ഞാൻ അറസ്റ്റ് ചെയ്ത ആളെ കൊണ്ടുവന്നപ്പോൾ രണ്ടാളും ഇപ്പോൾ ചക്കരയും തേങ്ങയും. വൈക ചിരിച്ചു. കാർത്തിക് ചിരകിയ തേങ്ങ ഫ്രൈയിങ് പാനിലിട്ട് ഗ്യാസ് സ്റ്റവ് ഓണാക്കി വെച്ച് വൈക അത് ചൂടാക്കി. തേങ്ങ ചെറുതായി മൂപ്പിച്ചെടുത്ത് പിന്നെ ഉള്ളിയും ഉപ്പും മുളകും ചേർത്ത് മിക്സിയിലിട്ടൊന്നടിച്ചു. വെള്ളം ചേർക്കാതെ അരച്ചുരുട്ടിയെടുത്തു. മൂവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുമ്പോൾ ചമ്മന്തി നാവിൽ വെച്ച് രുചി പിടിച്ച് കല്യാണി അഭിനന്ദിച്ചു. ശോഭാമയെ പിരിച്ചുവിട്ടിട്ട് ഞാനിനി വൈകേച്ചിക്ക് ശിക്ഷപ്പെടാം. സൂപ്പർ. ഇതെൻ്റെ അച്ഛമ്മ പഠിപ്പിച്ചു തന്നതാ. വൈകേച്ചിയുടെ അച്ഛമ്മേൻ്റെ അടുത്ത് ശിക്ഷപ്പെടണമെങ്കിൽ ആദ്യം അച്ഛൻ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കണ്ടേ? കല്യാണിക്ക് ഇച്ഛാഭംഗമായി. അച്ഛൻ്റെ വാശി ഒട്ടും കുറഞ്ഞിട്ടില്ല അല്ലേ? വൈക ചോദിച്ചു. ഏയ്, ഒരു മാറ്റമില്ല. അതേ ഡിഗ്രിയിൽ തന്നെ നിൽക്കുന്നു. കല്യാണം തുറന്നു. ഞാനിങ്ങോട്ട് പോകുന്നതൊന്നും അറിയില്ല, പക്ഷെ അമ്മയ്ക്കറിയാം. പോരാനിറങ്ങുമ്പോൾ അമ്മ പലഹാരം പൊഞ്ഞു വന്നിട്ട് പറഞ്ഞു വൈകേച്ചിക്ക് തരണമെന്ന്. വൈകയുടെ നെഞ്ചിൽ ഒരു തണുപ്പിറങ്ങി. അച്ഛന്മാരുടെ ദേഷ്യം മാറിയിട്ട് നമുക്കൊരുമിച്ച് താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാർത്തിക് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു, ഒട്ടും വൈകാതെ രണ്ടുപേരുടെയും അച്ഛന്മാർ സമ്മതിക്കുമെന്ന്. അവർ ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ പാതിര കല്യാണം
പകൽ കല്യാണമാക്കുന്നത്. കല്യാണി പൊട്ടിച്ചിരിച്ചു. ഈ പെണ്ണിൻ്റെ നാക്ക്. കാർത്തിക് അവളുടെ ചെവിക്ക് നേരെ വീണ്ടും കൈനീട്ടി. അപ്പോഴാണ് കാർത്തികിൻ്റെ മൊബൈൽ ബെൽ ട്യൂൺ. പരിചയമില്ലാത്ത നമ്പർ. അവൻ കോളെടുത്തു. അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ. കാർത്തിക് അമ്പരന്നു. വൈഗ ഊണ് നിർത്തി ശ്രദ്ധിച്ചു. കാർത്തിക് കോൾ ലൗഡ് സ്പീക്കറിലിട്ടു. പറയൂ സർ. ഞാനിന്ന് സബ് ജയിലിൽ വരെ പോയിരുന്നു. രാജീവ് തുറന്നു. ആ വാർഡൻ ജോർജ് പറഞ്ഞു ഡോക്ടർ എന്നെ അന്വേഷിച്ചു വന്നു. എന്താ സാർ കാര്യം? ഡോക്ടർക്ക് ഞാൻ ചതിച്ചെന്ന് തെറ്റിദ്ധാരണയുണ്ടായി. അത് മാറിയെന്ന് പറഞ്ഞു. ഓ യെസ്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ വിളിച്ചത്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തി വെക്കുകയൊക്കെ ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ നാളെ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വേനാട്ട്.